BSDP ചെയർമാൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരിലേക്ക്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖർ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഭരണഘടനയെ പോലും നോക്കുകുട്ടിയാക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനയെ പോലും അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടലാണ് ബിഷപ്പുമാരുടെ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തിനും ഉണ്ടാകുന്നത്. സംവരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് സാധാരണക്കാരെ മതം മാറ്റുന്ന, ജാതി മാറ്റുന്ന ഒരു രീതി എങ്ങനെ കാണുന്നു? ഇവിടെ തന്നെ ഇന്ന് പറഞ്ഞ ഒരു പ്രീതയുടേത്, ആ പ്രീത SIUC സർട്ടിഫിക്കറ്റ് ആദ്യം വാങ്ങിച്ചു. അതിന് 1% സംവരണമേ ഉള്ളൂ. ഉടനെ തന്നെ അടുത്ത ബിഷപ്പിനെ ചെന്ന് കണ്ടു, 4% സംവരണം വാങ്ങിക്കാൻ ലാത്തിൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. ഇവരെല്ലാം നാടാർ ഹിന്ദുവാണ്. ഹിന്ദു ആയിട്ടുള്ള ഒരു പ്രീത തിരിച്ച് ലാത്തിൻ കത്തോലിക്ക എന്ന് പറഞ്ഞൊരു ഹിന്ദുവിന് ക്രിസ്ത്യാനിയാവാം, പക്ഷേ എങ്ങനെ ജാതി മാറുന്നു? ഇത് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ചൊരു ബിഷപ്പ് ശ്രീ വിൽസൺ സാമുൽ, അത് ഏകദേശം 15 വർഷം കൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുകയാണ് അദ്ദേഹം തഹസിൽദാരോ വില്ലേജ് ഓഫീസറോ പോലെയാണ് പെരുമാറുന്നത്. ആര് വന്നാലും കത്തടിച്ചും കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ തന്നെ ഇപ്പോൾ ഒരു 1000-ഓളം രേഖയുണ്ട്. ഈ 15 വർഷത്തിനകത്ത് ഈ ഒറ്റ വർഷം ഈ ഒരു 2000-3000 പേര് മാറിയിട്ടുണ്ട്. ഈ ആഗസ്റ്റ് മാസത്തിൽ തന്നെ 30ഓളം പേര് മാറിയിട്ടുണ്ട്. എൻ്റെ അതിൻ്റെ ഉത്തരവൊക്കെ കയ്യിലിരിക്കുകയാണ്. ഇതിന് കാരണം നെയ്യാറ്റിൻകര ബിഷപ്പിനെ എല്ലാവരും പേടിയാണ്. അവിടെ തന്നെ ക്രിസ്തുവാസ് എല്ലാവരും ഭയക്കണമെന്ന് ഇലക്ഷൻ മാറി മാറി വന്ന 2 ഗവൺമെൻറ്റുമാണ് ഇത്തരത്തിലുള്ള കള്ള ഉത്തരവ് കൊടുത്തത്. വില്ലേജ് ഓഫീസറുണ്ട്, തഹസിൽദാറുണ്ട്, കളക്ടറുണ്ട്. ഒരു രേഖ ഇട്ട് പരിശോധിക്കാനുള്ള കഴിവുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ബിഷപ്പ് കൊടുക്കുന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധന രേഖപ്പെടുത്തി കൊടുക്കാനാണ് പറയുന്നത്. ബിഷപ്പിൻ്റെ കത്ത് കിട്ടിയാൽ എഴുതി നിന്ന് സ്വീകരിക്കുന്നവരാണ്, അവരുടെ ആളുകളാണ് പല വില്ലേജ് ഓഫീസറും. ഇത്തരത്തിൽ കള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ലാത്തിൻ കത്തോലിക്ക ആയവരാണ് പലരും ഈ വില്ലേജ് ഓഫീസറാകണതും തഹസിൽദാറാവണതും. അതുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ കത്ത് എഴുതി നിന്ന് സ്വീകരിച്ചോടെ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു നാടാർ ഹിന്ദു ആയിരുന്നാൽ 1% ഉള്ളൂ. അപ്പോൾ ഹിന്ദുക്കളെ ചൂഷണം ചെയ്ത് ഇതുപോലെ പ്രലോഭിച്ച് 4% തരാമെന്ന് വിളിച്ചുകൊണ്ട് വന്ന് പറ്റിക്കുന്ന ഒരു പ്രവണത ഇതുവരെ പോലീസ് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. എന്ത് സ്പഷ്ടമായിട്ടുള്ള ഒരു തട്ടിപ്പ്! ഹിന്ദു നാടാർ ഇപ്പോൾ സെൻസസ് വരാൻ പോകുന്നു. സെൻസസിൽ 2 ലക്ഷത്തോളം പേര് നാടാർ ലാത്തിൻ വേറൊരു ജാതി ആയിരിക്കുന്നു. അപ്പോൾ ഹിന്ദു നാടാരുടെ സെൻസസ് എടുക്കുന്ന സമയത്ത് ഹിന്ദു നാടാർ സംവരണ പട്ടികയ്ക്ക് പുറത്തു പോകും. അതൊരു ഗൂഢാലോചനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സംവരണം ഇല്ലാത്തവരാക്കിയാൽ പൂർണ്ണമായിട്ട് എല്ലാവരും ലാത്തിൻ കത്തോലിക്കാക്കാം. ഈ പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അവരുടെ പിന്തുണക്കാർക്കുമാണ് ലാത്തിൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഈ നെടുവങ്ങാട് എവിടെ കടലിരിക്കുന്നു, കാട്ടാക്കട എവിടെ കടലിരിക്കുന്നു? മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട ആളുകളല്ല, നാടാർ സമുദായം മറ്റു തൊഴിലുകൾ ചെയ്യുന്നവരാണ്. അവരെ പൂർണ്ണമായിട്ട് ഇത്തരത്തിൽ പ്രലോഭിച്ചാണ് മതം മാറ്റണം. മതം മാറ്റത്തിനാണെങ്കിലും പ്രലോഭിച്ചായ കേസെടുക്കണം. ജാതി മാറ്റം കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരൈറ്റമാണ് ജാതി മാറ്റം. ജാതി പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. ഇതിന് DGPക്ക് പോലും കൊണ്ടിതാ പരാതി കൊടുത്തു. ഇന്നും പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കേസെടുക്കുന്നില്ലല്ലോ. 2 നിയമം ഈ രാജ്യത്ത് എല്ലാവർക്കും ഉള്ളതാണ്. വിലങ്ങ് കുറ്റവാളികൾക്ക് എന്നേ ധരിക്കാൻ യോഗ്യനാണ് ഈ ബിഷപ്പ്, എന്നേ ധരിക്കാൻ കഴിവുള്ള ആളാണ് ഈ ക്രിസ്തുദാസ്. അവിടെ നടക്കുന്ന ഗൂഢമായിട്ടുള്ള തീരുമാനം, അതിൽ തഹസിൽദാറുണ്ട്, വില്ലേജ് ഓഫീസർമാരുണ്ട്, ഇവരെല്ലാം പ്രതിയാക്കി കേസെടുക്കുന്നതാണ് ഞങ്ങളുടെ. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഒത്താശയോടെയാണ്, സർക്കാർ സംവിധാനങ്ങളുടെ കൃത്യമായ പിന്തുണയോടെയാണ് ഇത്തരം നീക്കം നടത്തുന്നത്.